പ്രതികരിച്ചതിന്. സന്ദീപ് വാചസ്പതി കൂടി നമുക്കൊപ്പം ചേരുന്നു. സന്ദീപ്, ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ അധ്യക്ഷ പദവിയിലേക്കുള്ള കടന്നുവരവ് താങ്കൾ അടക്കമുള്ളവർ പ്രതീക്ഷിച്ചിരുന്നതാണോ? ഇത് കേരളത്തിൽ എന്ത് തരത്തിലുള്ള ഒരു പ്രതിഫലനമാണ് പൊതുരാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുക? അല്ല, ഇത് രാജീവ് ചന്ദ്രശേഖർ തന്നെ ആകും എന്ന കാര്യത്തില് ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളാണ്. നാളെയാണല്ലോ പൂർണ്ണമായും പ്രഖ്യാപനം ഉണ്ടാവുക. ഇനി അങ്ങനെ ഒരു തീരുമാനമാണ് വരുന്നത് എങ്കിൽ തീർച്ചയായും സ്വാഗതാർഹമായ ഒരു തീരുമാനം എന്നാണ് നമുക്കത് പറയേണ്ടതുള്ളൂ. കാരണം രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരാള് കേരളത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് വരിക എന്നുള്ളത് രാഷ്ട്രീയത്തിന്റെ തന്നെ ഒരു മാറ്റത്തിന് കാരണമാകുമെന്നാണ് നമുക്ക് കരുതുന്നത്. അത് BJPക്ക് മാത്രമായിരിക്കത്തില്ല, മുഴുവൻ സംസ്ഥാനത്തിന്റെ മുഴുവൻ രാഷ്ട്രീയത്തിന് ഒരു സ്റ്റാൻഡർഡൈസേഷൻ അല്ലെങ്കിൽ പുതിയൊരു ബെഞ്ച്മാർക്ക് സെറ്റ് ചെയ്യാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, എനിക്ക് തോന്നുന്നു കേരളത്തില് ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്ന ഒരു ആദ്യ എഞ്ചിനീയർ കൂടിയാണെന്ന് തോന്നുന്നു ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ. അങ്ങനെ ഒരാൾ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഇന്ത്യയിലെ ചിപ്പ് ഡെവലപ്പ് ചെയ്ത ടീമിൽ പോലും അംഗമായിരുന്ന ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ പറയാവുന്ന എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമുള്ള ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ പ്രൊഫഷണൽ രംഗത്തും വ്യാവസായിക രംഗത്തും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് പരമായും വലിയ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാള് അദ്ദേഹം ഒരു രാഷ്ട്രീയത്തിലേക്ക് വരിക എന്നുള്ളത് രാഷ്ട്രീയത്തിന് തന്നെ നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ അദ്ദേഹം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയാൽ കേരള BJPക്ക് മാത്രമല്ല കേരളത്തിന്റെ മൊത്തം രാഷ്ട്രീയ രംഗത്തിന് തന്നെ അതൊരു പുതിയ ചുവടുവയ്പായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദി സന്ദീപ് വാചസ്പതി പ്രതികരിച്ചു.